അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. എന്റെ സൗണ്ട് ഓഡിബിൾ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറ്റവും സ്നേഹം നിറഞ്ഞ അൽ മുർഷിദിന്റെയും ബ്രൈറ്റ് അക്കാഡമിയുടെയും അറബി ഭാഷ പഠിതാക്കളെ, ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബഹുമാനം കൊടുക്കുന്ന പ്രിയപ്പെട്ട റസ്ല ടീച്ചറുടെ ഒരു സ്വാഗതത്തോടു കൂടിയാണ് എനിക്ക് സ്വാഗതം പറയാൻ റസ്ല ടീച്ചറിന് പറഞ്ഞു വന്നത്. ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സംഗതിയാണ്. അപ്പോ എന്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. സൗണ്ട് കേൾക്കുന്നില്ല എങ്കിൽ ആരെങ്കിലും അഡ്മിൻ ആരെങ്കിലും അത് വോയിസിൽ പറയണം. ഞാനിപ്പോ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ, ഗൂഗിൾ മീറ്റോ മറ്റു ആപ്പുകളൊന്നും കാണുന്നില്ല. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ മാം. ഞാന് ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. എന്റെ മുമ്പിൽ എന്റെ ക്ലാസ് കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ കേട്ടറ്റിന് തയ്യാറെടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാന് ഞാനും മജുവും ഒക്കെ ഈ ഒരു അൽമുർഷിദിലൂടെ വന്ന ആളുകളാണ്. അൽമുർഷിദിൽ ഞാൻ വരുന്ന സമയത്ത് കേട്ടറ്റോ അല്ലെങ്കിൽ നെറ്റോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളായിട്ടാണ് അൽമുർഷിദിൽ വരുന്നത്. അങ്ങനെ അൽമുർഷിദിന്റെ ഭാഗമായി പിന്നീട് കേട്ടറ്റ് നേടുന്നുണ്ട്. കേട്ടറ്റ് നേടുന്ന സമയത്ത് അൽമുർഷിദിൽ ഒരു ചെറിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് അൽമുർഷിദിൽ വന്നതിന് ശേഷം തന്നെയാണ് നെറ്റും കിട്ടിയിട്ടുള്ളത്. നെറ്റ് കിട്ടുന്നത് അൽമുർഷിദില് ക്ലാസ് എടുത്ത് തുടങ്ങുന്നതിന്റെ ഒരു ഫലമായിട്ടാണ് നെറ്റ് കിട്ടുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച LP അറബിക്ക് PSC എക്സാം വന്ന സമയത്ത് അതിന് ഞാൻ തയ്യാറെടുത്തത് അൽമുർഷിദിൽ ക്ലാസ് എടുത്തുകൊണ്ടാണ്. അതിലേക്ക് എന്നെ ക്ഷണിച്ചത് എന്നെ അവിടെ എത്തിച്ചത് നമ്മുടെ റസ്ല ടീച്ചറാണ്. അൽഹംദുലില്ലാ, ഇന്ന് വയനാട് ജില്ലയില് ഞാനിപ്പോ ഇതുവരെ ഞാൻ അൽമുർഷിദിന് വേണ്ടി ക്ലാസ് എടുത്തത് എന്റെ നാട്ടിൽ വെച്ചാണ്, എടക്കരയിൽ വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വയനാട് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതുകയും ഇവിടെ PSC വഴി ഇവിടെ കയറുകയും ഇവിടെ ഇന്ന് ജോലി ചെയ്യുകയാണ്. അതിന്റെ എല്ലാ സന്തോഷത്തോടു കൂടിയാണ്. അപ്പൊ ഞാൻ ഇവിടെ അൽമുർഷിദിലൂടെ വന്ന് അൽമുർഷിദിൽ നിന്ന് PSC കിട്ടി. അതിനുശേഷം സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം എടുക്കുന്ന അൽമുർഷിദിലെ ആദ്യത്തെ ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അൽമുർഷിദ് ഇവിടം വരെ നമ്മൾ എത്തിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അതെന്നും ഓർമ്മയിൽ ഉണ്ടാകും. ആ ഒരു സന്തോഷവും ആ ഒരു നന്ദിയും ഒക്കെ ഇവിടെ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാം. കേട്ടറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറയാം, കേട്ടറ്റ് ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നെറ്റും PSC ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഇനി നിങ്ങൾ നേടാനുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു ബിഗ് സീറോയിൽ നിന്നിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന അഖ്തലും ഫറസ്ദക്കും ഒക്കെ PG സമയത്ത്, PGയുടെ തുടക്കത്തിൽ പോലും എനിക്ക് അറിയില്ലായിരുന്നു. അത്രയും ഡൗൺ ആയി നിൽക്കുന്ന ഒരാളായിരുന്നു. ആ സീറോയിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും തന്നെ ഈ ഒരു മേഖലയിൽ കേട്ടറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ഏറ്റവും എളുപ്പത്തിൽ മനസ്സ് വെച്ചാൽ സിമ്പിൾ ആയിക്കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ രൂപത്തിൽ തന്നെ നിങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എനിക്ക് ജലദോഷം കുറച്ച് കൂടിയിട്ടുണ്ട് ഇവിടുത്തെ തണുപ്പ് കാരണം. നല്ല ശ്വാസം മുട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് കുറവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കേട്ടറ്റിൽ തന്നെ വലിയ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പാർട്ടാണ് ഇൻഡോ അറബ് ലിറ്ററേച്ചർ എന്നുള്ളത്. കേട്ടറ്റിന്റെ സമീപകാലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും അതേപോലെ LP UP PSCയിലെ സമീപകാലത്തെ ചോദ്യപേപ്പർ നോക്കുമ്പോഴും ഒക്കെ കുറേയധികം ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ഭാഗമാണ് ഇൻഡോ അറബ് എന്നുള്ളത്. പല ആളുകളും വലിച്ചു വാരി പഠിക്കുകയും ശ്രദ്ധയില്ലാതെ പഠിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻഡോ അറബ് എന്നുള്ളത്. ഇൻഡോ അറബൊക്കെ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് അൽമുർഷിദിന്റെ ആ ഒരു 2020, 2021, 2022 കാലഘട്ടങ്ങളില് ഇൻഡോ അറബ് നമ്മൾ ക്രാക്ക് ചെയ്തത്. ഇൻഡോ അറബ് നമ്മൾ ആ ഒരു സമയത്ത് പലർക്കും പേടി ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ ആ പേടി
പിന്നെ സത്യത്തിൽ ഇൻഡോ അറബിനോടുള്ള ഒരു താല്പര്യക്കുറവ് പിന്നെ ആ സമയത്ത് നമ്മൾ മാറ്റി കൊടുത്തിരുന്നു. അന്ന് നമ്മൾ അൽമുർഷിദിന് വേണ്ടി ചെയ്ത ആ ഒരു ക്ലാസ്സുകൾ ഇന്നും യൂട്യൂബിലുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പല ആളുകളും ഇൻഡോ അറബ് എന്ന് പറയുമ്പോൾ ഒരു വിമുഖത കാണിക്കാറുണ്ട്. നമ്മൾ ജാഹിലിയ മുതൽ അസ്റുൽ ഹദീസ് വരെ വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ, കോഴിക്കോട്ടിലെ, മലപ്പുറത്തെ ചില മരിച്ചു പോയിട്ടുള്ള ചില അറബി സാഹിത്യകാരന്മാർ, അതേപോലെ തന്നെ ഇന്ത്യയിൽ ജീവിച്ച പിന്നെ ഷാഹു വലിയുള്ള ദഹ്ലവിയെ പോലത്തെ, അബുൽ ഹസൻ നദ്വിയെ പോലെ നമ്മുടെ നാട്ടിലെ അറബി സാഹിത്യകാരന്മാരെ കുറിച്ച് കേട്ടറ്റിനും PSCക്കും വരുന്ന സമയത്ത് നമ്മൾക്കാർക്കും അറിയാറില്ല. അതിന്റെ ഒരു കാരണം ഇതിനോടുള്ള ഒരു താല്പര്യക്കുറവാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട്, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇൻഡോ അറബ് ലിറ്ററേച്ചർ എന്നത്. 4 ഏരിയ ആയിക്കൊണ്ട് ഞാൻ ഇതിനിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിന്ദ്, ഇന്ത്യയിലെ അറബി സാഹിത്യകാരന്മാർ. അവിടെ നമുക്കൊരു 6 ആളുകളെ മാത്രമാണ് നോക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 5-6 ആളുകളെയാണ് രണ്ടാമത് പഠിക്കാനുള്ളത്. മൂന്നാമത് അഹമുൽ മുഅല്ലഫാത്ത്, പ്രധാനപ്പെട്ട കുറച്ച് കൃതികളെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ ഭാഗം കേട്ടറ്റിന് ഒരുപാട് പിന്നെ ചോദ്യമൊന്നും ഉണ്ടാവില്ല. ആ ഭാഗം നമ്മൾ ഹിന്ദ് എന്ന ഭാഗത്ത് തന്നെ കവർ ചെയ്യും. പിന്നെ എക്സ്ട്രാസ് എന്ന് പറഞ്ഞ് 4മതൊരു ഏരിയ ഉണ്ട്. അവിടെ പറയുന്നത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ചില പത്രങ്ങളുണ്ട്, അറബി പത്രങ്ങളും അറബി ജേണലുകളും ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ കുറച്ച് അറബി സ്ഥാപനങ്ങളുണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലത്തെ. ആ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒന്നാമത്തെ ഒരു ടോപ്പിക്കിലേക്ക്, ആദ്യത്തെ ഏരിയയിലേക്ക്, ഇന്ത്യയിലെ ഒരു 5-6 സാഹിത്യകാരന്മാരെയാണ് ഇൻഷാ അല്ലാഹ് പിന്നെ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അൽ ഉദബാ വശുഅറാ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും കവികളുമാണ്. അതില് ഷാഹു വലിയുള്ള ദഹ്ലവി ഉണ്ട്, ഗുലാം അലി ആസാദ് ബൽഗറാമി ഉണ്ട്, അബ്ദുൽ ഹയ്യുൽ ഹസനി ഉണ്ട്, അബുൽ ഹസൻ നദ്വി ഉണ്ട്, അൻവർ ഷാ കശ്മീരി, അബ്ദുൽ ഹഖ് ദഹ്ലവി. 6 സാഹിത്യകാരന്മാരെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇൻഡോ അറബ് എന്നുള്ളത് നമ്മൾ എവിടെ പോയാലും കേട്ടറ്റിനും PSCക്കും മത്സര പരീക്ഷകളിൽ എഴുതാൻ മാത്രമല്ല, ഒരു ഇന്റർവ്യൂവിന്, അറബിയുടെ ഒരു ഇന്റർവ്യൂവിന് പോയാൽ പോലും, ഏറ്റവും വലിയ ഇന്റർവ്യൂ ആണെങ്കിൽ പോലും, ഞാനൊരു കോളേജിയേറ്റ് ഇന്റർവ്യൂവിന് പോയിരുന്നു, ഗസ്റ്റ് ലെക്ചറിന്റെ ഒരു ഗവൺമെന്റ് കോളേജിലെ ഒരു ഇന്റർവ്യൂ. വലിയ ഒരു പിന്നെ ബോർഡാണ് അവിടെ മുമ്പിൽ വന്നിരുന്നത്. എന്നോട് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഇൻഡോ അറബിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. പിന്നെ എനിക്ക് ഇൻഡോ അറബ് കുറച്ച് എളുപ്പമായത് കൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂ പാസ്സാവാനും അവിടെ ജോലി ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ പോയാലും, ഇൻ കേസ് അത് ഇന്റർവ്യൂ ആണെങ്കിലും റിട്ടൺ എക്സാം ആണെങ്കിലും ഒക്കെ, ഇൻഡോ അറബ് എന്നുള്ളത്, നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ അറബി സാഹിത്യം എന്നുള്ളത് ഇവിടെ പഠിക്കുന്ന ഒരു അറബി വിദ്യാർത്ഥിക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിനെ ഒന്ന് അറ്റിക്കുറുക്കി ഏറ്റവും എളുപ്പമായ രൂപത്തിൽ പ്രധാനപ്പെട്ടത് മാത്രമായിട്ടാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ കുറെ കാര്യങ്ങൾ പറയും, അതിൽ പ്രധാനപ്പെട്ടതിന് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ ബോൾഡായി കൊടുക്കുന്നുണ്ട്. അത് അതേപോലെ നോക്കുക. ആദ്യമായി കൊണ്ട് നമുക്ക് ഷാഹ് വലിയുള്ള ദഹ്ലവിയെയാണ് നോക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഇടക്ക് എന്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് ചോദിക്കും. അപ്പോ നിങ്ങളൊന്ന്, അജുസാട് കേൾക്കുന്നില്ല? ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ ഈ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. ഗൂഗിൾ മീറ്റ് ഓഫായി പോയോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അഡ്മിൻ ആരെങ്കിലും എന്നോട് കോൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, എനിക്കത് പിന്നെ 2 സ്ക്രീനിൽ ഇന്ന് ഉപയോഗിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ആദ്യമായി കൊണ്ട് ഷാഹ് വലിയുള്ള ദഹ്ലവിയെ കുറിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബുൽ ഫയാദ് ഖുതുബുദ്ദീൻ അഹ്മദ് ഇബ്നു അബ്ദുർ റഹീം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. ഷാഹ് വലിയുള്ള ദഹ്ലവിയുടെ മേഖലകൾ മുഫസ്സിറുൻ, മുഹദ്ദിസുൻ, ഫഖീഹുൻ, മുതകല്ലിമുൻ, സൂഫിയുൻ, ഷാഇറുൻ. കുറേ മേഖല അദ്ദേഹത്തിനുണ്ട്. മുഫസ്സിർ, തഫ്സീർ പണ്ഡിതനാണ്. മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതനാണ്. ഫിഖ്ഹ് പണ്ഡിതനാണ്. ഇൽമുൽ കലാമിന്റെ ആളാണ്. സൂഫി വര്യനാണ്. ഷാഇർ, അദ്ദേഹത്തിന് കവിതകളുണ്ട്. അദ്ദേഹം ജനിച്ചത് 1702 മരണപ്പെട്ടത് 1762. ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യണം,
മീൻസ് നിങ്ങളുടെ പുസ്തകം എടുത്ത് നോട്ടുകൾ എഴുതേണ്ട തൽക്കാലം. ക്ലാസ് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും PDF ഇതിന്റെ ഫയൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ നൽകും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക. കാരണം ഞാൻ പെട്ടെന്ന് പിന്നെ പറഞ്ഞു പോകും കുറെ കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിന്റെ കുറെ ലഖബുകളുണ്ട്. ഷാഹു വലിയുള്ള ദഹ്ലവിയെ വിളിക്കുന്ന പല വിളിപ്പേരുകളുമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസാലി അൽഹിന്ദ്. കുറെ ലഖബുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗസാലി അൽഹിന്ദ്, അത് അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. വേറൊന്ന് അവ്വലുമൻ തർജമൽ ഖുർആനുൽ കരീം ഇലൽ ഉറുദിയ, ആദ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിനെ ഉറുദു ഭാഷയിലേക്ക് തർജമ ചെയ്തതും നമ്മളുടെ ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ്. യസിറു നിസ്ബിഹി ഇല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, സ്വഹാബി ആയിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഷാഹ് വലിയുള്ള ദഹ്ലവിയുടെ കുടുംബ പാരമ്പര്യം എത്തി നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ കണ്ടോ നിങ്ങൾ, ഞാൻ ഒരു പോയിന്റ് സ്കിപ്പ് ചെയ്തു. അത് സ്കിപ്പ് ചെയ്തത് കേട്ടത് അത്യാവശ്യമില്ലാത്തത് കൊണ്ടാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. മുഅല്ലഫാത്തുകൾ, അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കാം. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഭാഗം, ഒന്നാമത്തെ പേജ്, രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജ്, ഈ 3 പേജിൽ നിന്ന് തന്നെ ആദ്യത്തെ 2 പേജിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ വളരെ ചാൻസ് കുറവാണ്. ഇവിടെ നിന്ന് ഷാഹ് വലിയുള്ള ദഹ്ലവിയിൽ നിന്നൊരു ചോദ്യം വരുമ്പോൾ എപ്പോഴും അത് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ കൃതിയെ കുറിച്ചാണ്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ആദ്യം കൊടുത്ത ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എന്ന ആ കൃതിയെ കുറിച്ച് ഇതാരാണ് എഴുതിയത്? മുഅല്ലിഫ്, അത് ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ്. ഇതിന്റെ വിഷയം എന്താണ്? ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗയുടെ വിഷയം എന്താണ്? അതിന്റെ വിഷയം അസ്റാറു ശരിയ, ശരീഅത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പല രൂപത്തിലും അത് കാണാം. ചില ചോദ്യപേപ്പറിൽ അസ്റാറു ശരിയയാണ്, ചില ചോദ്യപേപ്പറിൽ ഉസൂലുദ്ദീൻ വ തശ്രീഉൽ ഇസ്ലാം എന്നതാണ്. ചില നെറ്റിന്റെ ഒക്കെ ചോദ്യപേപ്പറിൽ ഫൽസഫത്തു അത്തശ്രീഉൽ ഇസ്ലാം, ഇസ്ലാമിക് പിന്നെ ശരീഅത്തിന്റെ ഒരു ഫിലോസഫി, ഇസ്ലാമിക് ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പിന്നെ ശരീഅത്ത്, ഓരോ ശരീഅത്തുകൾ വെക്കാനുള്ള അതിന്റെ ഉള്ളിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ശരീഅത്ത് എന്ന വാക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എഴുതിയത് ആരാണെന്നും ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗയുടെ വിഷയം എന്താണ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട ചോദ്യമാണ്. വേറെ ഒരു പുസ്തകമാണ് അൽ ഫൗസുൽ കബീർ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. തഫ്സീറിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇനി വേറെ 2 പുസ്തകങ്ങളാണ് അൽ മുസവ്വയും അൽ മുസഫയും. ഇതും ചോദ്യങ്ങൾ വരാറുണ്ട്. മുസവ്വ എന്താണ്? എന്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ ഇംഗ്ലീഷ് ക്യാപിറ്റൽ? അതെന്താ ഉദ്ദേശിക്കുന്നത്? 6 എന്ന് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റഡ് എന്നാണ്. കേട്ടിട്ട് ചോദ്യ പേപ്പറിൽ റിപ്പീറ്റഡ് ആയി 2 ആറുണ്ടെങ്കിൽ 2 3 തവണ വന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ കേട്ടതിന്റെ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ അതിൽ പിന്നെ കണ്ട സാധനങ്ങളാണ് R എന്ന ലെറ്റർ കൊണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 6 കൊടുത്തതും മഞ്ഞയിൽ കൊടുത്തതും റെഡിൽ കൊടുത്തതും ഒക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 2 കൃതികളാണ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. അൽ മുസവ്വയും അൽ മുസഫയും 2 പ്രധാനപ്പെട്ട കൃതികളാണ്. മുസവ്വ എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് എഴുതിയിട്ടുള്ള, എന്റെ സൗണ്ട് എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഓക്കെ, സൗണ്ട് പോവുകയാണെങ്കിൽ അത് കോളിലൂടെ അറിയിക്കണേ. അജു സാറോ പ്രധാനപ്പെട്ട ആരെങ്കിലും വിളിക്കണോ? ഓക്കെ, മുസവ്വയും മുസഫയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 കൃതികളാണ്. മുസവ്വ എന്ന് പറഞ്ഞാൽ പിന്നെ ഇമാം മാലിക് അറബി ഭാഷയിൽ എഴുതിയിട്ടുള്ള അൽ മുവത്വ എന്ന ഗ്രന്ഥമുണ്ട്. ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് അറബി ഭാഷയിൽ ഷാഹ് വലിയുള്ള ദഹ്ലവി എഴുതിയിട്ടുള്ള ഒരു വിശദീകരണമാണ് മുസഫ. മുസഫ എന്ന് പറഞ്ഞാൽ ഇതേ മുവത്വ എന്ന പുസ്തകത്തിന് ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ ഷാഹ് വലിയുള്ള ദഹ്ലവി എഴുതിയിട്ടുള്ള തഫ്സീറാണ്, വിശദീകരണമാണ് മുസഫ. ഫ എന്ന അക്ഷരം ഫാരിസി എന്ന ആ ഒരു അക്ഷരത്തിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. കുറച്ചുകൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് പിന്നെ PDF കിട്ടുന്ന സമയത്ത് നോക്കിക്കോളുക. അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗയും
ഫൗസുൽ കബീറും മുസവ്വയും മുസഫയും. ഈ 4 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബാക്കിയുള്ളത് പിന്നെ അത്യാവശ്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ആള് ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ്. ഗുലാം അലി ആസാദ് ബൽഗറാം. ഹുവ മുഅർരിഖുൻ വശാഇർ. അദ്ദേഹം ഒരു കവിയാണ്, ചരിത്രകാരനാണ്. ഗുലിദ ഫി ബൽഗറാം. അദ്ദേഹം ഉത്തർപ്രദേശിലെ ബൽഗറാമിൽ 1704 ജനിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളുടെ ജനന വർഷം മരണവർഷം ഒന്നും ചോദിക്കാറില്ല. എപ്പോഴും പിന്നെ ഇൻഡോ അറബിലൊക്കെ റീസെന്റ് ആയിട്ട് 1900 സംതിങ്ങിലൊക്കെ സംഭവിച്ചത് ഒക്കെ ചോദിക്കാറുണ്ട്. അല്ലാതെ 1700-കളിൽ ജനിച്ചതൊന്നും വർഷം ചോദിക്കാറില്ല. ഒന്ന് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കഷ്ടപ്പെട്ട് നിങ്ങൾ 1700-ലെ വർഷങ്ങളൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, പഠിക്കണ്ട. നേരെ മറിച്ച് ആദ്യം ജനിച്ചത് ആരാണ്, പിന്നെ ജനിച്ചത് ആരാണ് എന്ന രൂപത്തിലുള്ള ഒരു ഓർഡർ, ആ ഒരു ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഗുലാം അലി ആസാദ് ബൽഗറാമിയുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ലഖബ്. അദ്ദേഹത്തിന്റെ ലഖബ് എന്താണ്? ഹസ്സാനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഹസ്സാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഹസ്സാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തിട്ടുള്ള സ്വഹാബിയാണ്, കവിയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹവും ഗുലാം അലി ആസാദ് ബൽഗറാമിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ട് മദ്ഹ് ചെയ്തുകൊണ്ട് കവിതകൾ പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഹസ്സാൻ എന്ന് ലികസ്റത്തി അൽ മദാഇഹുൻ നബവിയ്യ, മദ്ഹ് റസൂൽ നല്ലോണം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് ഹസ്സാനുൽ ഹിന്ദ് എന്നൊരു പേര് കിട്ടിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ. അതിൽ തന്നെ സബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ഗുലാം അലി ആസാദ് ബൽഗറാമിയുടെ ലഖബും ചോദിക്കാറുണ്ട്. ഗുലാം അലി ആസാദ് ബൽഗറാമിയുടെ ഈ ഒരു പ്രധാനപ്പെട്ട കൃതിയും ചോദിക്കാറുണ്ട്. റിപ്പീറ്റ് ഒരു ചോദ്യം. അതിന്റെ വിഷയം ഹൗലൽ ഹിന്ദ് വമാ ഫീഹ, ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയിലുള്ളതിനെ കുറിച്ചുമാണ് സബഹത്തുൽ മർജാൻ എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഒരു വർഷം PSCക്ക് ചോദിച്ചിരുന്നു സബഹത്തുൽ മർജാൻ എന്ന പുസ്തകത്തിന്റെ മുഴുവൻ പേര് എന്താണ്. അതും പ്രധാനപ്പെട്ടതാണ്. പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ മുഴുവൻ പേരും പഠിച്ചിരിക്കണം. അവി അത്താരീഖ്, ചരിത്രമാണെന്നും പറയാം. ഈ പുസ്തകത്തിൽ പറയുന്ന വിഷയം ചരിത്രമാണ് ഇതിന്റെ വിഷയം എന്ന് പറയാം. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രമാണ്, ഇന്ത്യയിലുള്ളതിനെ കുറിച്ചാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിർആത്തുൽ ജമാൽ. മിർആത്തുൽ ജമാൽ, ഖസീദത്ത് അനിൽ ഇഷ്ക്, പ്രണയത്തെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാവ്യമാണ് മിർആത്തുൽ ജമാല്. അതും കുറച്ച് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോ ഗുലാം അലി ആസാദ് ബൽഗറാമിയെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ലഖബ് ഹസ്സാനുൽ ഹിന്ദ് എന്ന ലഖബും അതിന്റെ കൂടെ സബഹത്തുൽ മർജാനും ആ സബഹത്തുൽ മർജാന്റെ വിഷയവും ഇതൊക്കെ നല്ലതുപോലെ പഠിക്കുക. അതിനുശേഷം ഞാൻ കൊടുത്ത കുറച്ചധികം മുഅല്ലഫാത്തുകൾ ഉണ്ട്. അത് ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ടത് പഠിച്ചതിന് ശേഷം മാത്രം അത് നിങ്ങൾ പഠിക്കുക. ഇനി ഞാൻ മൂന്നാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഒരു 6 or 7 ആളുകളെയാണ് ഇൻഡോ അറബിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ മൂന്നാമത്തെ ആളിലേക്ക് കടക്കുകയാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാൻ. അബ്ദുൽ ഹയ്യുൽ ഹസനി. അബ്ദുൽ ഹയ്യുൽ ഹസനി കുറച്ച് പ്രധാനപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹം ഈ അവസാനത്തിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പിന്നെ 1900-ന്റെ തന്നെ ഏറ്റവും അവസാനത്തിലാണ്, 999-ലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഓക്കെ, അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ് നമുക്ക് നോക്കാനുള്ളത്. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ തന്നെ കുറെ കൃതികൾ പിന്നെ പരീക്ഷയ്ക്ക് PSCക്കും കേട്ടതിനും ഒക്കെ കൃതികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അബ്ദുൽ ഹയ്യുൽ ഹസനിയുടേതാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ ഷാഹു വലിയുള്ള ദഹ്ലവിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പിന്നെ ഗുലാം അലി ആസാദ് ബൽഗറാമിയേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ കൃതികൾ. നമ്മൾ എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് എല്ലാ PSCക്കും അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ഒരു കൃതി ചോദിച്ചിരിക്കും.
എല്ലാ കേട്ടറ്റിനും ചോദിക്കാറുണ്ട്. ഈവൻ ഇവര് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ മറന്നുപോയാലും അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ 2 കൃതികൾ വരാനുണ്ട്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം കൃതികൾ എഴുതിയ കണക്ക് നോക്കുമ്പോൾ, മുഅല്ലഫാത്തുകളുടെ കനം നോക്കുമ്പോൾ അബ്ദുൽ ഹയ്യുൽ ഹസനി വളരെ മുമ്പിലാണ്. അദ്ദേഹം ആലിമുൻ ഇസ്ലാമിയും, ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. മുഫക്കിറുൻ, ചിന്തകനാണ്. മുഅർരിഖുൻ, ചരിത്രകാരനാണ്. തൊബീബുൻ, അദ്ദേഹം ഒരു ഡോക്ടറും കൂടിയാണ്. അദ്ദേഹം ജനിച്ചത് 1869 ഉത്തർപ്രദേശിലെ റായി ബറീലി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1869 കുറെ ആളുകൾ ജനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധി ജനിച്ച വർഷമാണ് 1869. അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് 1923 അബ്ദുൽ ഹയ്യുൽ ഹസനി മരണപ്പെട്ടു പോകുന്നത്. ഇനി അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ സ്ലൈഡിലുണ്ട്. ആദ്യത്തെ 3 പോയിന്റുകൾ ചോദിക്കില്ല. 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ ലഖബ് ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഇബ്നു ഖല്ലിഖാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഇന്ത്യയുടെ ഇബ്നു ഖല്ലിഖാൻ. ഇബ്നു ഖല്ലിഖാൻ ചരിത്രം നന്നായിട്ട് രേഖപ്പെടുത്തി വെച്ച ഒരാളാണ് ഇബ്നു ഖല്ലിഖാൻ. ആ പേരിൽ ഇന്ത്യയുടെ ഇബ്നു ഖല്ലിഖാനാണ് അബ്ദുൽ ഹയ്യുൽ ഹസനി. അതേപോലെ തന്നെ മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്, ഇദ്ദേഹത്തിന്റെ അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ഒരു മകനുണ്ട്. അബുൽ ഹസൻ നദ്വി എന്നാണ് ആ മകന്റെ പേര്. അബുൽ ഹസൻ നദ്വി എന്നാണ് ആ മകന്റെ പേര്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മുമ്പ് കേട്ടതിന് ചോദിച്ച ചോദ്യമാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ മകന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ഓപ്ഷൻസിൽ ഉത്തരമായി വന്നത് അബുൽ ഹസൻ നദ്വിയാണ്. നമുക്ക് ഇൻഷാല്ല അടുത്തത് 4ാമത്തെ ആളായിക്കൊണ്ട് ഇതിൽ ഇൻഷാല്ല അടുത്തൊരാളായിക്കൊണ്ട് നമുക്ക് അബുൽ ഹസൻ നദ്വിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? യെസ് സർ. 1-2 കോളുകൾ വന്നത് കട്ടാക്കിയപ്പോൾ സൗണ്ട് പോയെന്നൊരു സംശയമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ കുറച്ച് മുഅല്ലഫാത്തുകൾ നമുക്ക് നോക്കാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും കേട്ടറ്റിനും PSCക്കും കൂടുതൽ ഇൻഡോ അറബിൽ തന്നെ ഏറ്റവും ചൂടുള്ള പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഈ ഗ്രന്ഥം. അതേപോലെ അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. ഈ 2 ഗ്രന്ഥങ്ങൾ എപ്പോഴും ഏത് ഉറക്കത്തെന്ന് ചോദിച്ചാലും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട 2 പുസ്തകങ്ങളാണ് നുസ്ഹത്തുൽ ഖവാത്തിറും സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. ഏറ്റവും അവസാനം നടന്ന നമ്മളുടെ PSCയുടെ ചോദ്യപേപ്പറിലും റിപ്പീറ്റഡ് ആണ്, പല തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ 2 പുസ്തകങ്ങൾ. ഇനി ഈ 2 പുസ്തകങ്ങളെ പറ്റി പല രൂപത്തിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നോക്കാം നമുക്ക്. നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിന്റെ മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അത് അൽ ഇഅ്ലാം ബിമൻ ഫി താരീഖിൽ ഹിന്ദി മിനൽ അഅ്ലാം എന്നതാണ്. മറ്റൊരു പേര് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓപ്ഷൻസിൽ എന്തായാലും ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കണ്ടുപോയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ എല്ലാത്തിലും ഇതേ സാധനം. നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ മറ്റൊരു പേരെന്താന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷനിലും അൽ ഇഅ്ലാമും ബിമൻ ഫി താരീഖിൽ ഹിന്ദും ഒക്കെ ഉണ്ടാവും 4 ഓപ്ഷനിലും. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. കാരണം അങ്ങനെ ഇടാൻ പറ്റിയ ഒരു സെന്റൻസ് ആണത്. അങ്ങനെ ചോദ്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കാണാൻ തന്നെ പഠിക്കണം. നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ മറ്റൊരു പേരെന്താണെന്ന്. നുസ്ഹത്തുൽ ഖവാത്തിർ ആരാണെന്ന് ചോദിച്ചാൽ, എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്. അതിന്റെ വിഷയം എന്താണ് അതിൽ പറയുന്നത്? തറാജിമു ഉലമാഉൽ ഹിന്ദ്, ഇന്ത്യയിലെ 4500ഓളം വരുന്ന സാഹിത്യകാരന്മാർ, പ്രധാനപ്പെട്ട ആളുകൾ, പണ്ഡിതന്മാർ, ഇവരുടെയൊക്കെ ജീവചരിത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്താണെന്ന് വിഷയം? അതിന്റെ വിഷയം ചോദിച്ചാൽ ചരിത്രമാണെന്ന്, താരീഖാണെന്ന് പറയാം, അല്ലെങ്കിൽ തറാജീമു ഉലമാഉൽ ഹിന്ദ് ആണെന്ന് പറയാം. 30 വർഷം സമയമെടുത്തിട്ടാണ് 8 ജുസുകളായിക്കൊണ്ട് 4500 ആളുകളെ കുറിച്ച് നുസ്ഹത്തുൽ ഖവാത്തിർ അദ്ദേഹം എഴുതുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഈ 2ാമത്തെ ഗ്രന്ഥം അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്.
ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ച്, സഖാഫയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിനും ഇതേപോലെ തന്നെ മറ്റൊരു പേരുണ്ട്. അൽ മആരിഫുൽ അവാരിഫ് ഫി അൻവാഇൽ ഉലൂം വൽ മആരിഫ് എന്നതാണ് അതിന്റെ മറ്റൊരു പേര്. അൽ മആരിഫുൽ അവാരിഫ് ഫി അൻവാഇൽ ഉലൂം വൽ മആരിഫ് എന്നത്. ഇതും ഇതേപോലെ തന്നെ ചോദ്യത്തിൽ ഇടം പിടിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി മൂന്നാമത് അൽ ഹിന്ദ് ഫി അഹദിൽ ഇസ്ലാമി, ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച് തന്നെ അൽ ഹിന്ദ് ഫി അഹദിൽ ഇസ്ലാമി എന്നൊരു ഗ്രന്ഥം കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 ഗ്രന്ഥങ്ങൾ നിങ്ങൾ ശരിക്കും പഠിക്കുക. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ചരിത്രത്തിൽ നിന്നും കേട്ടറ്റിനോ PSCക്കോ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ 3 ഗ്രന്ഥത്തെ കുറിച്ച് ചോദിക്കാറുള്ളൂ. എപ്പോഴും ചോദിക്കുന്നത് ഈ 3 ഗ്രന്ഥത്തെ കുറിച്ചാണ്. ബാക്കി 2 കൂടെ കുറച്ചും കൂടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവര് അതും കൂടെ നോക്കുക. ഓക്കെ, അപ്പൊ അബ്ദുൽ ഹയ്യുൽ ഹസനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും അദ്ദേഹത്തെ നോട്ട് ചെയ്യുക. ഇനി അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ മകനായിട്ടുള്ള അബുൽ ഹസൻ നദ്വിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹുവ മുഫക്കിറുൻ വആലിമുൻ ഇസ്ലാമിയ്യുൻ, ഇസ്ലാമിക പണ്ഡിതനാണ്, അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, അദ്ദേഹം ഒരു ചിന്തകനാണ്, കുറെ ഫിഖ്ഹി ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം. 1914 ജനിക്കുകയും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മരണപ്പെട്ടു പോയത് 1999 ഇവിടെ ഞാനത് പറഞ്ഞത് 1700കളിലും 1800കളിലൊക്കെ ജനന വർഷം, മരിച്ച വർഷം ഒന്നും ചോദിക്കാറില്ല. ഷാഹു വലിയുള്ള ദഹ്ലവി ജനിച്ചതോ മരിച്ചതോ ഏത് വർഷമാണെന്ന് ചോദിക്കാറില്ല. PSCയോ കേട്ടറ്റോ ചോദിക്കാറില്ല. പക്ഷേ അബുൽ ഹസൻ നദ്വി ഈ അടുത്തു മരണപ്പെട്ട വ്യക്തിയാണ്. അതായത് 1999. ഇതൊക്കെ റീസെന്റ് ആയ വർഷങ്ങൾ ചോദിക്കും. കേട്ടറ്റിന് ഒറ്റ തവണ ചോദിച്ച ചോദ്യമാണ് ഈ അബുൽ ഹസൻ നദ്വി മരിച്ചത് ഏത് വർഷമാണ് എന്നത് ചോദിച്ച ചോദ്യമാണ്. പ്രധാനപ്പെട്ട പോയിന്റ്. അബുൽ ഹസൻ നദ്വിയുടെ അബൂഹു, അദ്ദേഹത്തിന്റെ ഉപ്പയാണ് നമ്മൾ നേരത്തെ പഠിച്ച അബ്ദുൽ ഹയ്യുൽ ഹസൻ. ഇനി അബുൽ ഹസൻ നദ്വിയുടെ ഒരു ലഖബ് അലി മിയാൻ, അദ്ദേഹത്തെ വിളിച്ച ഒരു വിളിപ്പേരാണ്. തൂലിക നാമം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഒരു ഓമന പേരാണ് അലി മിയാൻ എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളിൽ അദ്ദേഹം വിളിക്കപ്പെട്ട ഒരു പേരാണ് അലി മിയാൻ. ഇനി അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അവ്വലു റജുലുൻ ഹിന്ദിയുൻ ഹസല അലാ ജായിസത്തി അൽ മലിക് ഫൈസൽ, ലോകത്ത് കൊടുക്കുന്ന വലിയൊരു അവാർഡാണ് കിങ് ഫൈസൽ അവാർഡ്. ജാക്കിർ നായിക്കിനൊക്കെ കിട്ടിയ അവാർഡാണ് കിങ് ഫൈസൽ അവാർഡ്. ഈ കിങ് ഫൈസൽ അവാർഡ് 1980 അദ്ദേഹത്തിന് കിട്ടി, അബുൽ ഹസൻ നദ്വിക്ക് കിട്ടി. അത് ഇന്ത്യയിൽ കിട്ടുന്ന ആദ്യത്തെ ആളാണ്. ലോകത്ത് കൊടുക്കുന്ന ഒരു അവാർഡാണ് കിങ് ഫൈസൽ. ആ കിങ് ഫൈസൽ അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിന്റെ മറ്റുള്ള കുറച്ച് അവാർഡുകൾ പറയുന്നുണ്ട്, അത്ര പ്രധാനപ്പെട്ടതല്ല. ജായിസത്തു അശ്ശഖ്സിയ്യത്തുൽ ഇസ്ലാമിയ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുൽത്താൻ ഹസൻ അൽ ബൽഖിയ അൽ ആലമിയ അതും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല, അത്ര പ്രധാനപ്പെട്ട പോയിന്റ് അല്ല അത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ, അബുൽ ഹസൻ നദ്വിയുടെ മുഅല്ലഫാത്തുകൾ എണ്ണിയാൽ ഒരു 200-ന് മുകളിൽ മുഅല്ലഫാത്തുകൾ തന്നെ നമ്മളുടെ നോട്ടിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും തോന്നെ മുഅല്ലഫാത്തുകൾ അദ്ദേഹത്തിന് ഉണ്ട്, അബുൽ ഹസൻ നദ്വിക്കുണ്ട്. അപ്പൊ ഞാൻ നോക്കും, നിങ്ങൾ ഒരു ആളെ കുറിച്ച് പറഞ്ഞപ്പോഴും 4 മുഅല്ലഫാത്തുകളിലൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അത്രയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഉറപ്പായിട്ടും നമുക്ക് എവിടെയെങ്കിലൊക്കെ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒന്ന്, മാദാ ഹസിറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ, ചരിത്രമാണ് അതിന്റെ വിഷയം. മാദാ ഹസിറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഒട്ടനവധി തവണ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കൃതി ഖസസുൻ നബിയീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല രൂപത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹം ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ എടുത്തിട്ടുള്ള ലെക്ചർ ക്ലാസ്സുകളാണ്, അദ്ദേഹത്തിന്റെ മുഹാദറാത്തുകളാണ്. ദിമഷ്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഈ 4 വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 കൃത്യമായിട്ട്
പഠിക്കുക. ഒന്ന് മാതാ ഹിസ്റുൽ-ആലമാണ്, 2 ഖസ്സുൻ നബിയിനാണ്, 3 റിജാലുൽ ഫിക്റാണ്, 4 അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദാണ്. ഇനി ഒട്ടനവധി കൃതികൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ ഞാൻ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര പ്രധാനപ്പെട്ടതല്ല, എന്നാലും പിന്നെ ഓപ്ഷൻസിലൊക്കെ പിന്നെ ഇടം പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് കൃതികളാണ്. അപ്പോ മറ്റത് ആദ്യം പറഞ്ഞ 4 പഠിച്ചതിന് ശേഷം ഈ പറയുന്ന കൃതികളൊക്കെ നമ്മൾ പഠിക്കുക. ഇവിടെ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്വരീഖ് ഇലൽ മദീന, അൽ ഖിറാഅത്തു റാഷിദ, ഇതൊക്കെ അവിടെ ഇവിടേക്കായിട്ട് നമ്മൾ കേട്ടതാണ്. പല മോക്ക് ടെസ്റ്റിലും നെറ്റിന്റെ ചോദ്യ പേപ്പറിലൊക്കെ ഇടം പിടിച്ച സാധനങ്ങളാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഞാൻ ഈ മെൻഷൻ ചെയ്ത 4 അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഞാൻ 5ാമത്തെ ആളിലേക്ക് പോവുകയാണ്. അൻവർ ഷാ കശ്മീരിയാണ് 5ാമത്തെ ആള്. ഓക്കെ, എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? ഒരാള് വോയിസിൽ പറഞ്ഞു. audible ആണ് സർ. 5ാമത്തെ ആളിലേക്ക് പോവുകയാണ്. അൻവർ ഷാ കശ്മീരിയാണ്. അൻവർ ഷാ കശ്മീരിയെ കുറിച്ച് പിന്നെ സത്യം പറഞ്ഞാൽ കേട്ടറ്റിന് തീരെ ചോദ്യങ്ങൾ വരാത്ത ഒരാളാണ് അൻവർ ഷാ കശ്മീരി. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റെഡിലോ യെല്ലോയിലോ ഒന്നും മെൻഷൻ ചെയ്യാത്തത്. അദ്ദേഹം 934 മരണപ്പെട്ട വ്യക്തിയാണ്. 1875 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയാനില്ല, എന്നാലും ഇതിലൊരു പോയിന്റ്, അസ്സസ മദ്രസത്തുൽ അമീനിയ ഫി ഡൽഹി. ഡൽഹിയിൽ അദ്ദേഹം മദ്രസത്തുൽ അമീനിയ എന്നൊരു സ്ഥാപനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ ഞാൻ പറയാം, കുറച്ച് മുഅല്ലഫാത്തുകൾ അൻവർ ഷാ കശ്മീരിയുടേത്. അതിൽ നിങ്ങൾ 2 മുഅല്ലഫാത്ത് മാത്രം നോട്ട് ചെയ്യുക. ഒന്ന്, ഈ ലിസ്റ്റിൽ ഞാൻ 3ാമത് കൊടുത്ത മുഷ്കിലാത്തുൽ ഖുർആൻ. മുഷ്കിലാത്തുൽ ഖുർആൻ കുറച്ച് പ്രധാനപ്പെട്ടതാണ്. മുഷ്കിലാത്തുൽ ഖുർആൻ. വേറൊന്ന് ഫൈദുൽ ബാരി. ഫൈദുൽ ബാരി എന്നത് സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ്, വിശദീകരണമാണ്. ഈ 2 കൃതികളാണ് ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ. മുഷ്കിലാത്തുൽ ഖുർആനും ഫൈദുൽ ബാരി. ഇത് 2 നമുക്ക് പ്രതീക്ഷിക്കാം. മുമ്പ് ചോദിച്ച ചോദ്യമൊന്നുമല്ല. കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം, PSCയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഫൈദുൽ ബാരി, മുഷ്കിലാത്തുൽ ഖുർആനും തഅലീഖാത്ത് അലാ ഫത്ഹിൽ ഖദീർ, അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ, ഈ 4 പുസ്തകങ്ങൾ മുമ്പ് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് കേട്ടപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യത കുറവാണ്. എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു പോവുക. മുഷ്കിലാത്തുൽ ഖുർആനും ഫൈദുൽ ബാരിയും നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കും. അതാണ് അൻവർ ഷാ കശ്മീരിയെ കുറിച്ച് അത്രമാത്രം പറയുന്നത്. ഞാന് കേരളത്തിന്റെയും PSCയുടെയും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ച ലെവലിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. അതുകൊണ്ടാണ് പല പോയിന്റുകളും സ്കിപ്പ് ചെയ്യുന്നതും. മാത്രമല്ല, ജീവചരിത്രങ്ങൾ ഞാൻ പറയാറില്ല, വിശദീകരിച്ചുള്ള കഥകളൊന്നും പറയാറില്ല. പോയിന്റ് ഇത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാൻ 6ാമത്തെ ആളിലേക്ക് പോവുകയാണ്. 6ാമത്തെ ആള് അബ്ദുൽ ഹഖ് ദഹ്ലവിയാണ്. അബ്ദുൽ ഹഖ് ദഹ്ലവി. അബ്ദുൽ ഹഖ് ദഹ്ലവി കുറച്ച് പഴക്കം ചെന്നയാളാണ്. 1552 ജനിക്കുകയും 1642 മരണപ്പെടുകയും ചെയ്ത ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ഒരു പിന്നെ ഇസ്ലാമിക പണ്ഡിതനാണ് അബ്ദുൽ ഹഖ് ദഹ്ലവി. ഡൽഹിയിലാണ് അദ്ദേഹം ജനിച്ചതും മരണപ്പെട്ടു പോയതും. അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനാണ്, അതേപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതനാണ്, ഒരു ഇന്ത്യൻ സാഹിത്യകാരനാണ്. ഹാജറ ഉസ്റതുഹു മിൻ ബുഖാറ ഇല ഡൽഹി. അദ്ദേഹം ഡൽഹിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ ബുഖാറയിൽ നിന്ന്, ബുഖാരിയുടെയൊക്കെ നാടായിട്ടുള്ള ബുഖാറയിൽ നിന്ന് ഇങ്ങോട്ട് ഹിജറ ചെയ്ത് വന്നതാണ്. അദ്ദേഹത്തെ പറ്റി ഒറ്റ പോയിന്റ്, അത് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഹുവ അവ്വലു മൻ ജാഅ ബിഇൽമിൽ ഹദീസ് ഇലൽ ഹിന്ദി തസ്നീഫൻ വതദ്രീബൻ. ഇന്ത്യയിൽ ആദ്യമായി കൊണ്ട് ഹദീസ് പഠനം, ഹദീസ് നിദാന ശാസ്ത്രം, ഹദീസിനെ കുറിച്ച് പഠിക്കുക, ഹദീസിനെ കുറിച്ച് എഴുതുക എന്ന ഒരു വിഷയം, എന്നൊരു മേഖലയിൽ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ മനുഷ്യനാണ് അബ്ദുൽ ഹഖ് ദഹ്ലവി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. മദാരിജുൻ നുബുവ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മദാരിജുൻ നുബുവ. ഈ പുസ്തകമാണ് ഇന്ത്യയിലെ ഹദീസ് എന്ന വിഷയത്തിൽ
ഒരു ഇന്ത്യക്കാരനെ എഴുതിയിട്ടുള്ള ആദ്യത്തെ പുസ്തകം മദാരിജുൻ നുബുവ. അതുകൊണ്ടാണ് ഇൽമുൽ ഹദീസിന്റെ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പണ്ഡിതനാണ് അബ്ദുൽ ഹക്ക് ദഹ്ലവി. ഇത് കേട്ടറ്റിന് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. മൻഹുവ അവ്വലുൽ, ഈ സാധനം കേട്ടറ്റിന് ചോദിച്ച ചോദ്യമാണ്, പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്യുക. അപ്പൊ അബ്ദുൽ ഹക്ക് ദഹ്ലവിയെ കുറിച്ച് ഈ ഒരു പോയിന്റ് മാത്രമാണ്, അത് ഈ അടുത്തല്ല, കുറച്ചു മുമ്പുള്ള കേട്ടറ്റിന് ചോദിച്ച ചോദ്യമാണ്. ആ ഒരു പുസ്തകം മദാരിജുൻ നുബുവ എന്ന ഗ്രന്ഥമാണ്. മദാരിജുൻ നുബുവ കേട്ടറ്റിന് രണ്ടാമത്തെ പാറ്റേണിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 2022 ശേഷം കേട്ടറ്റിന്റെ ലെവലേ മാറിയിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് പാറ്റേണില് മദാരിജുൻ നുബുവയോ അബ്ദുൽ ഹക്ക് ദഹ്ലവിയോ അധികം വന്നിട്ടില്ല. മദാരിജുൻ നുബുവ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ അതിൽ താഴെ പറഞ്ഞ കുറെ പുസ്തകങ്ങളുണ്ട്, അതൊന്നും അത്യാവശ്യമല്ല. ഇതിൽ നിങ്ങൾ അബ്ദുൽ ഹക്ക് ദഹ്ലവിയിൽ നിങ്ങൾ മദാരിജുൻ നുബുവ മാത്രം നോട്ട് ചെയ്യുക. ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് 6 ആളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ 6 ആളുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ്, 2 ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ്, 3 അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്, 4 അബുൽ ഹസൻ നദ്വി, 5 അൻവർ ഷാ കശ്മീരി, 6 അബ്ദുൽ ഹക്ക് ദഹ്ലവി. ഈ 6 ആളുകളെ കുറിച്ചാണ് കേട്ടറ്റിനും പി എസ് സിക്കും ഒക്കെ, കേട്ടറ്റ് പിന്നെ 3-4നും പി എസ് സിക്കും ഒക്കെ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി ഈ 6 ആളുകൾക്ക് പുറമേ ആയിക്കൊണ്ട് പിന്നെ പലപ്പോഴും നമ്മൾ പിന്നെ പല ചോദ്യങ്ങളും കാണാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അമീർ ഖുസ്രു എന്ന് പറയുന്ന പിന്നെ അറബി കവിയല്ല, നമ്മളുടെ ഈ ഫാരിസിയ ഉറുദു ഒക്കെ പാട്ടുകാരൻ, കുറച്ച് മുമ്പുണ്ടായിരുന്ന ബബ്ഗാഉൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു എന്ന് പറയുന്ന സാഹിത്യകാരൻ കുറെ മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചു പോയതാണ്. അറബി സാഹിത്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പോയിന്റ് അല്ല. എന്നാലും അദ്ദേഹത്തെ പറ്റി ചോദിച്ചു. വളരെ എല്ലാവർക്കും കോമൺ ആയി അറിയുന്ന ഒരു ചോദ്യമാണ്. ബബ്ഗാഉൽ ഹിന്ദ്, ഇന്ത്യയുടെ ബബ്ഗാ എന്നറിയപ്പെടുന്നത് ആരാണ്? ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അമീർ ഖുസ്രു ആണ് അതിന്റെ ഉത്തരം എന്ന് വിചാരിച്ച് നമ്മൾ അമീർ ഖുസ്രുവിന്റെ ജീവചരിത്രം ഒന്നും പഠിക്കാൻ പോകേണ്ടതില്ല. ഈ രൂപത്തിലുള്ള റയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇൻഡോ അറബിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോമൺ ആയിട്ടും ഈ 6 ആളുകളെ കുറിച്ച് മാത്രമാണ് ചോദിക്കാറുള്ളത്. ഇതിനു പുറമെ എപ്പോഴും 1-2 ചോദ്യങ്ങളൊക്കെ റയർ ആയിട്ട് നമുക്ക് വരാം. അതൊക്കെ നമ്മൾ നന്നായിട്ട് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ട് വേണം പോകാൻ. അറബി സാഹിത്യത്തിൽ, ഇൻഡോ അറബ് സാഹിത്യത്തിൽ ഈ 6 ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു കുറഞ്ഞ സമയം കൊണ്ട് അൽ ഉദബാ വശുഅറാ ഫീ കൈരള, ഫീ എന്നത് PPT ഇട്ടപ്പോൾ ഇപ്പുറത്തേക്ക് ചാടി പോയതാണ്. ഇന്ത്യയിലെ ആളുകളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കുറച്ച് ആളുകളെ മാത്രം, അതിൽ നമുക്ക് 5 ആളുകളെ ഉള്ളൂ. കേരളത്തിലെ കുറച്ച് ഈ 5 ആളുകളെ കുറിച്ച്, ഒന്ന് സൈനുദ്ദീൻ മഖ്ദൂം കബീറാണ്, 2 സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറാണ്, 3 ഖാലി മുഹമ്മദ് ആണ്, 4 ഖാലി ഉമർ ബലങ്കൂത്തിയാണ്, 5 മുഹീദ്ദീൻ അരുവായി. പ്രധാനമായും ഈ 5 ആളുകളെയാണ് കേരളത്തിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഇതിന് പുറമെ പല ആളുകളുമുണ്ട്. അപ്പോ ഇതിന് പുറമേയുള്ള ഒരാളാണ് അബൂബക്കർ ഷാലിയാത്തി. അബൂബക്കർ ഷാലിയാത്തിയെ കുറിച്ച് ചോദ്യങ്ങൾ കുറവാണ്, കേട്ടറിൽ ചോദിക്കാറില്ല. പ്രധാനമായും ഈ 5 ആളുകളെ കേരളത്തിൽ നിന്ന് നിർബന്ധമായും നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ട ഒരാള് അബൂബക്കർ ഷാലിയാത്തിയാണ്. നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് കേരളത്തിന്റെ അറബി സാഹിത്യം കൂടെ പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? സൗണ്ട് ഓക്കെ? അബൂബക്കർ ഷാലിയാത്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഈ 1429 AD 1429 ജനിച്ച ആളാണ് അബൂബക്കർ ഷാലിയാത്തി. ഈ കേരളത്തിലെ സാഹിത്യം നമ്മൾ പറയുമ്പോൾ നമ്മളുടെ നാടുകളിലുള്ള സാഹിത്യമാണ്. അപ്പൊ ആ പേര് കേൾക്കുമ്പോ തന്നെ ഷാലിയാത്തി എന്ന് പറയുമ്പോൾ ചാലിയമാണ്. ചാലിയമാണ് അബൂബക്കർ ഷാലിയാത്തിയുടെ നാട്. അപ്പൊ നമുക്കത് അറിഞ്ഞിരിക്കണം, അബൂബക്കർ ഷാലിയാത്തി. അപ്പൊ നമ്മളുടെ നാടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ 1400-കൾ എന്ന് പറഞ്ഞാല് പിന്നെ ശരിക്കുമുള്ള അറേബ്യൻ നാടുകളിൽ അറബി സാഹിത്യമൊക്കെ ചുരുങ്ങിപ്പോയ ഒരു സമയമാണ്.
പിന്നെ അബ്ബാസിയ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അറേബ്യൻ സാഹിത്യം ഇല്ലാണ്ടായി. പിന്നീട് 1700 1800-കളിലൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അറബി സാഹിത്യമൊക്കെ ഉണ്ടാവുന്നത്. 1700-കളിലൊക്കെ അറേബ്യൻ നാടുകളിൽ അറബി സാഹിത്യം ഇല്ലാത്ത സമയത്ത് പോലും കേരളത്തിൽ അറബി സാഹിത്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയണം. അബൂബക്കർ ശാലിയാത്തിയുടെ പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. കോഴിക്കോട് ജില്ലയിലെ ചാലിയം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നമുക്കറിയാം ചാലിയം ബീച്ചൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. ചാലിയം കോട്ടയുണ്ട്, ചാലിയം ബീച്ച് ഉണ്ട്. ഇപ്പൊ ഒരു മാസം മുമ്പാണ് ചാലിയം ബീച്ച് പുതുക്കി പണിഞ്ഞ് പുതിയ രൂപത്തിൽ കോഴിക്കോട് ഒരു ബീച്ച് ഉണ്ടായി. പിന്നെ അത് ചാലിയം ബീച്ചാണ്. നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. അവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ഖാന ഫീ സിൽസിലത്തി മാലിക് ഇബ്നു ദിനാർ, കേരളത്തിലെ ആദ്യത്തെ ഒരു വ്യക്തിത്വമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മാലിക് ഇബ്നു ദിനാർ. മാലിക് ഇബ്നു ദിനാറിന്റെ കുടുംബ പരമ്പരയിലാണ് അബൂബക്കർ ശാലിയാത്തി വരുന്നത്. അബൂബക്കർ ശാലിയാത്തിയുടെ ഒറ്റ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അവ്വലു ഷാഇറുൻ അറബിയുൻ ഫീ കേരള, കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന മലയാളിയായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ അറബി കവിയാണ് അബൂബക്കർ ശാലിയാത്തി. ആ അബൂബക്കർ ശാലിയാത്തി രചിച്ച ആദ്യത്തെ ആ ഒരു കവിത എന്ന് പറഞ്ഞാൽ അൽ വർദത്തു സക്കിയ എന്ന കവിതയാണ്. മിൻ മുഅല്ലഫാത്തിഹി അൽ വർദത്തു സക്കിയ. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവ്വലു ശിഅറുൻ അറബിയ്യൻ ലി അഹ്ലി കേരള, കേരളീയനായ ഒരാൾ എഴുതിയ ആദ്യത്തെ അറബി കവിതയാണ് അൽ വർദത്തു സക്കിയ എന്ന കവിത. ആ കവിത എഴുതിയത് കൊണ്ടാണ് അബൂബക്കർ ശാലിയാത്തിയെ നമ്മൾ ആദ്യത്തെ കേരളത്തിലെ മലയാളിയായിട്ടുള്ള ആദ്യത്തെ അറബി കവി എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ ആളിലേക്ക് പോവുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം കബീർ ആണ് നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത്. 1466 സൈനുദ്ദീൻ മഖ്ദൂം ജനിക്കുകയും 1521 മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഉലദ ഫി കൊച്ചി, അദ്ദേഹം കൊച്ചിയിലാണ് ജനിക്കുന്നത്. തൂഫിയ ഫി പൊന്നാനി, അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് മരണപ്പെട്ടു പോകുന്നത്. അബൂഹു അലി ഇബ്നു അഹ്മദ്, ഇത്ര പ്രധാനപ്പെട്ട പോയിന്റ് അല്ല. അവ്വലു മൻ ദറസ ഫി അസ്ഹർ മിൻ മലബാർ, ഈ കേരളത്തിൽ നിന്ന് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച ആദ്യത്തെ ആളാണ് സൈനുദ്ദീൻ മഖ്ദൂം കബീർ. ആ ചരിത്രത്തിൽ എങ്ങനെ ആ ചരിത്രത്തിൽ പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് തന്നെ അസ്ഹറിൽ പോയി പഠിച്ച ആദ്യത്തെ ആളാണ് സൈനുദ്ദീൻ മഖ്ദൂം കബീർ എന്ന് ചരിത്രത്തിൽ പറയാറുണ്ട്. സൈനുദ്ദീൻ ബേസിക് ആയിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം. സൈനുദ്ദീൻ മഖ്ദൂം കബീറും ഉണ്ട്, സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറും ഉണ്ട്. രണ്ടാളുകളുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം കബീർ ആണ് ആദ്യത്തെ ആള്. അയാളുടെ പേരമകനാണ്, മകന്റെ മകനാണ് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ. രണ്ടാളുകളുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് വല്യുപ്പ, സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് പേരമകൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബന മസ്ജിദു ജാമിഉൽ കബീർ ഫി പൊന്നാനി, പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളി വളരെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ്. ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. പൊന്നാനിയിലെ പഴക്കം ചെന്ന ആ ഒരു പള്ളി നിർമ്മിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം കബീറാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കേട്ടതിന് മുമ്പ് ചോദിച്ചിരുന്നു, പൊന്നാനി എന്ന സ്ഥലത്തെ കുറിച്ച്. അന്ന് ചോദിച്ചത് മക്കത്തുൻ സ്വഗീറത്തുൻ, ചെറിയ മക്ക എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പൊന്നാനിയാണ് അതിന്റെ ഉത്തരം. മക്കത്തു കൈരള, കേരളത്തിന്റെ മക്ക, ചെറിയ മക്ക എന്നൊക്കെ അറിയപ്പെടുന്നത് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലമാണ്. സൈനുദ്ദീൻ മഖ്ദൂം കബീറിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഈ ഒരു ചോദ്യം മാത്രമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ നോക്കാം, അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് നോക്കാം. ഒന്ന് മുർഷിദു തുല്ലാബാണ്, അത്ര പ്രധാനപ്പെട്ടതല്ല. സിറാജുൽ ഖുലൂബ്, കിഫായത്തുൽ ഫറായിദ്, അത്ര തന്നെ പ്രാധാന്യമുള്ളതല്ല. ഹിദായത്തുൽ അദ്കിയ നമുക്കൊക്കെ അറിയുന്ന ഒരു കൃതിയാണ്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സൈനുദ്ദീൻ മഖ്ദൂം കബീറിന്റെ ജീവിതത്തിൽ നിന്ന് ആകെ വരുന്നൊരു ചോദ്യം, തഹ്രീദു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബ്ദത്തു സുൽബാൻ എന്ന് അദ്ദേഹം എഴുതിയ ആ ഒരു കൃതി ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് എപ്പോഴും ചോദ്യം ചോദിക്കുന്നത്.
ഇതിന്റെ മുഴുവൻ പേര് ചോദിച്ചിട്ടുണ്ട്. തഹ്രീർ അഹ്ലുൽ ഈമാന്റെ മുഴുവൻ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. തഹ്രീർ അഹ്ലുൽ ഈമാൻ എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തഹ്രീർ അഹ്ലുൽ ഈമാൻ എന്താണ് അതിന്റെ വിഷയം? കവിതയാണത്, അതും ചോദിച്ചിട്ടുണ്ട്. ആർക്കെതിരെയാണ്, ഏത് രാജ്യക്കാർക്കെതിരെയാണ് പോയി? എല്ലാവർക്കും സ്ക്രീൻ പോയിട്ടുണ്ടോ? ഇല്ല കാണുന്നുണ്ട്. വോയിസ് ഓഫ് ആയി. തഹ്രീർ അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബ്ദത്തുസ് സുൽബാൻ. അബ്ദത്തുസ് സുൽബാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുരിശിന്റെ ആളുകൾ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് പിന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാർക്കെതിരെ എഴുതിയതാണ്. അന്ന് അതില് ഫ്രഞ്ചുകാരെന്നുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരെന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഇന്ത്യയിൽ വന്ന് അധിനിവേശം നടത്തി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരെന്ന് ഉത്തരം കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് പോർച്ചുഗീസുകാർക്കെതിരെയാണ്. അദബുൽ മുഖാവമയാണ്, പ്രതിരോധ സാഹിത്യം എന്ന് പറയും. പ്രതിരോധ സാഹിത്യം. ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാർ ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോ, ഇവിടെ അധിനിവേശം നടത്തുമ്പോ ഇവിടുത്തെ സാഹിത്യകാരന്മാർ അവർക്കെതിരെ എഴുതും. അങ്ങനെ എഴുതുന്നത്, ഒരു രാജ്യത്തെ ശത്രുക്കൾക്കെതിരെ എഴുതുന്ന പോരാട്ടത്തിന്റെ കാവ്യത്തിനാണ് അദബുൽ മുഖാവമ, പ്രതിരോധ സാഹിത്യം എന്ന് പറയാറുള്ളത്. അപ്പൊ അദബുൽ മുഖാവമയിൽ പെട്ട കുറെ കൃതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തഹ്രീർ അഹ്ലുൽ ഈമാൻ. ആരാ എഴുതിയതെന്ന് ചോദിച്ചാൽ സൈനുദ്ദീൻ മഖ്ദൂം കബീർ. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അദബുൽ മുഖാവമ എന്ന് പറയാം, അല്ലെങ്കിൽ ഷിഅർ, കവിത എന്ന് പറയാം. ആർക്കെതിരെയാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ പോർത്തുഗാലി, പോർച്ചുഗീസുകാർക്കെതിരെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതിന്റെ ഫുൾ നെയിം അടക്കം നമുക്ക് ഓർമ്മ വേണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വരുന്നൊരു പേപ്പറിൽ, ചോദ്യ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പോയിന്റ് ആണ്. ഇനി മൂന്നാമത്തെ ആള് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറിലേക്ക് പോകാം. സൈനുദ്ദീൻ മഖ്ദൂം കബീറിന്റെ പേരമകനാണ് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ. അദ്ദേഹം ജനിക്കുന്നത് പിന്നെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള മാഹിയിലെ പിന്നെ ചോമ്പാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഒന്നും ആവശ്യമില്ല ആ പോയിന്റ് ഒന്നും. ഇനി അദ്ദേഹം 36 വർഷം പൊന്നാനിയിലെ പള്ളിയിൽ അദ്ദേഹം മുദരിസ് ആയിക്കൊണ്ട് ജോലി ചെയ്തിട്ടുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ നിന്ന് ചോദിക്കുന്ന 2 കൃതികളുണ്ട്, 2-3 കൃതികളുണ്ട്, മുഅല്ലഫാത്തുകളുണ്ട്. എപ്പോഴും അതാണ് ചോദ്യത്തിൽ വരാറുള്ളത്. ഒന്ന് ഖുറത്തുൽ ഐനാണ്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഖുറത്തുൽ ഐനാണ്. കിതാബുൻ ഫിഖ്ഹിയുൻ അലാ മദ്ഹബ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് ഖുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയതാണ്. അതിന്റെ വിഷയം ഫിഖ്ഹി പരമായിട്ടുള്ള, കർമ്മശാസ്ത്രപരമായിട്ടുള്ള പുസ്തകമാണ്. ഇമാം ഷാഫിയുടെ കർമ്മശാസ്ത്രമാണ് അതിൽ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ എന്നത്. നമ്മൾ നേരത്തെ തഹ്രീർ അഹ്ലുൽ ഈമാൻ പറഞ്ഞു, അതേപോലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞു ഒരിക്കൽ കോളേജ് ഇന്റർവ്യൂവിന് ഞാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചൊരു വലിയൊരു പിന്നെ ചോദ്യങ്ങളുടെ ഒരു നിരയിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, ഫത്ഹുൽ മുഈൻ ആരാണ് എഴുതിയത്, എന്താണ് അതിൽ പറയുന്നത്. ഫത്ഹുൽ മുഈൻ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഒരു മലയാളി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഇന്നും വിദേശ യൂണിവേഴ്സിറ്റികളിൽ, മിസ്റിലടക്കം ഇന്നും കുട്ടികൾക്ക്, പിന്നെ ആളുകൾക്ക് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. അത് ഒരു ഫിഖ്ഹി ഗ്രന്ഥമാണ്. ആരുടെ ഫിഖ്ഹി ആണെന്ന് ചോദിച്ചാൽ, ഏത് ഇമാമാണെന്ന് ചോദിച്ചാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫിഖ്ഹി ഗ്രന്ഥമാണ്. ആരാണ് എഴുതിയത്? സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറാണ്. വിഷയം എന്താണ്? ഫിഖ്ഹ് ആണ് വിഷയം. മാത്രമല്ല വേറൊരു ചോദ്യം, ഇപ്പൊ കഴിഞ്ഞ ഒരു തിയേറ്ററിൽ കണ്ട ഒരു ചോദ്യമാണ്, ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം ഏത് ഗ്രന്ഥത്തിന്റെ ശറഹാണ്, വിശദീകരണമാണ് എന്നൊരു ചോദ്യം കണ്ടു. അതിന്റെ ഉത്തരം നേരത്തെ നമ്മൾ പറഞ്ഞ ഖുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥമാണ്. അദ്ദേഹം ആദ്യം എഴുതിയ ഖുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥത്തിന്റെ വിശദീകരണമായിക്കൊണ്ട്, ശറഹ് ആയിക്കൊണ്ടാണ് ഫത്ഹുൽ മുഈൻ എഴുതിയത്. എന്നാൽ ഖുറത്തുൽ ഐൻ അത്ര ഫേമസ് ആയില്ല. ഫത്ഹുൽ മുഈൻ ആണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. ഇന്നും നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ എന്നത് ഓർത്തു വെക്കുക. അതിന്റെ താഴെ 2 ഗ്രന്ഥങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്ര പ്രധാനപ്പെട്ടതല്ല, അത് രണ്ടും നിങ്ങൾ നോക്കേണ്ടതില്ല. ഫത്ഹുൽ മുഈനും ഖുറത്തുൽ ഐനും നോക്കി വെക്കുക.
ഇനി ഒരു ഗ്രന്ഥം കൂടെ എന്റെ കൊറേ ഇതില്ല ഓഫ് ആക്കണം കേട്ടോ. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅളി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ. ഇത് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഗ്രന്ഥമാണ്. കാരണം ഇത് മലയാള ചരിത്രത്തിൽ അറബി പഠിക്കുന്ന ആളുകൾ മാത്രമല്ല, PSC ജനറൽ PSCയിലും മലയാള ചരിത്രത്തിലും കേരള ചരിത്രത്തിലുമൊക്കെ മലയാള സാഹിത്യത്തിലടക്കം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആ വോയിസുകളൊക്കെ ഒന്ന് ഓഫ് ആക്കണം കേട്ടോ. എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? സാറേ മ്യൂട്ട് ചെയ്യാത്തവനെ റിമൂവ് ചെയ്തോളൂ, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവുകയാണത്. ഓക്കെ, അഡ്മിൻ സൗണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, തുഹ്ഫത്തുൽ മുജാഹിദീന് എന്ന ഗ്രന്ഥം അദബുൽ മുഖാവമയിൽപ്പെട്ട വേറെ വോയിസ് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഹലോ, സാറ് പോയാ? സൗണ്ട് പോയിട്ടോ സാറേ, കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ് ജംഷ സാറേ. ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല ഇപ്പൊ ഓക്കെയാണ് സാർ. ഓക്കെ, ഇപ്പോ സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണാമോ സാർ? ഇല്ല. ഓക്കെ. തുഹ്ഫത്തുൽ മുജാഹിദീനാണ് നമ്മൾ പറഞ്ഞത്. അത് ഒരു ചരിത്രപരമായ ഗ്രന്ഥമാണ്. അദബുൽ മുഖാവമയാണ് അതിന്റെ വിഷയം. പ്രതിരോധ സാഹിത്യമാണ്. പോർച്ചുഗീസുകാർക്കെതിരെ എഴുതിയതാണ്. ഇതിനെപ്പറ്റി പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അവ്വൽ കിതാബുൻ സ്വന്നിഫ ഫി താരീഖി കേരള വാഹിദുൻ മിൻ അബ്നാഇഹ. മലയാളിയായ കേരളീയനായ ഒരാൾ കേരള ചരിത്രത്തെ കുറിച്ച് എഴുതുന്ന ആദ്യത്തെ ഗ്രന്ഥം പ്രധാനപ്പെട്ട പോയിന്റാണ്. അതേപോലെ തന്നെ ഏത് രാജാവിനാണ്, ആർക്കാണ് ഈ ഗ്രന്ഥം സമ്മാനമായിട്ട് കൊടുത്തത്? ഹദാഹ ലി സുൽത്താൻ അലി ആദിൽ ഷാ. അലി ആദിൽ ഷാ എന്ന രാജാവിനാണ് കൊടുത്തത്. ഇംഗ്ലീഷിലേക്ക് ഇത് ആദ്യമായി തർജ്ജമ ചെയ്തത് MJ റൊണാൾഡ്സൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. അപ്പൊ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തെ കുറിച്ച് കുറെ കാര്യം പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ടതാണ്. ഫത്ഹുൽ മുഈനും ഖുറത്തുൽ ഐനും അതേപോലെ തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഈ 3 ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ കാലിക്കൂത്തി. കാലിക്കൂത്തി എന്ന് പറയുമ്പോൾ കോഴിക്കോടാണ്. ഖാദി മുഹമ്മദ്, നമ്മൾ നേരത്തെ പറഞ്ഞ അബൂബക്കർ ഷാലിയാത്തിയുടെ പേരമകനാണ് ഖാദി മുഹമ്മദ്. നമ്മളിപ്പോ 4 ആളുകളെയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ അബൂബക്കർ ഷാലിയാത്തി, അദ്ദേഹത്തിന്റെ പേരമകനാണ് ഖാദി മുഹമ്മദ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു സൈനുദ്ദീൻ മഖ്ദൂം കബീർ, അതിന്റെ പേരമകനാണ് മൂന്നാമത് പറഞ്ഞ സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ. ഈ 4 പേരും ഇങ്ങനെ ഇന്റർലിങ്ക്ഡ് ആണ്. ഖാദി മുഹമ്മദിനെ നമുക്ക് നോക്കാം. ഖാദി മുഹമ്മദ് അദ്ദേഹം ജനിക്കുന്നത് കോഴിക്കോടാണ്. 1577 അദ്ദേഹത്തിന്റെ ഉപ്പയുടെയും വല്യുപ്പയുടെയും പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത്ര പ്രധാനപ്പെട്ടതല്ല. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം അൽ ഫത്ഹുൽ മുബീൻ എന്ന കവിതയാണ്. അൽ ഫത്ഹുൽ മുബീൻ. അൽ ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വലിയ വിജയം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വിജയം, പോർച്ചുഗീസുകാർക്കെതിരെ ഒരു വിജയം ഉണ്ടായപ്പോൾ എഴുതിയ ഒരു കവിതയാണ് ഇത്. ഏതാണ് വിജയം? സാമൂതിരി രാജാവും കുഞ്ഞാലിമരക്കാരും ഒക്കെ ചേർന്ന് ആ ഒരു സൈന്യം ചാലിയം കോട്ട പിടിച്ചടക്കുന്ന ഒരു സമയമുണ്ട്. ഫത്ഹുൽ മുബീൻ ഈ സാമിരി അല്ലദി യുഹിബ്ബുൽ മുസ്ലിമീൻ എന്നതാണ് ഈ കവിതയുടെ പൂർണ്ണമായ പേര്. അദബുൽ മുഖാവമയിൽ പെട്ടതാണ്, പ്രതിരോധ സാഹിത്യത്തിൽ പെട്ടതാണ് ഈ ഒരു കവിത. മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫത്ഹുൽ മുബീന്റെ വിഷയം എന്താണ് എന്ന്.
ഒന്നെങ്കിൽ അദബുൽ മുഖാവമ എന്ന് പറയാം, പ്രതിരോധ സാഹിത്യം, അല്ലെങ്കിൽ ഫത്ഹു ഖലഅത്തു ചാലിയം, ചാലിയം കോട്ടയുടെ വിജയം, അതും അതിന് പറയാം. ചാലിയം കോട്ട വിജയിച്ചടക്കിയപ്പോൾ അതിലുള്ള സന്തോഷത്തിലാണ് ഈ ഒരു കവിത പോർച്ചുഗീസുകാർക്കെതിരെ അദ്ദേഹം ഖാദി മുഹമ്മദ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇന്റർവ്യൂവിന് പോയ സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഫത്ഹുൽ മുബീനും ഫത്ഹുൽ മുഈനും തമ്മിൽ വ്യത്യാസം എന്താണ്? ഒരേ പേരാണ്. ഫത്ഹുൽ മുഈൻ എന്ന് പറയുമ്പോൾ ഫിഖ്ഹി ഗ്രന്ഥമാണ്. ഫത്ഹുൽ മുബീൻ എന്ന് പറയുമ്പോൾ അത് ഒരു മുഖാവമയിൽപ്പെട്ട ഒരു പ്രതിരോധ സാഹിത്യത്തിൽപ്പെട്ട ഒരു കവിതയാണ്. ഈ രൂപത്തിൽ നമ്മൾ ഈ മാറിപ്പോകുന്ന വാക്കുകളൊക്കെ കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഫത്ഹുൽ മുബീനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയും കുറെ അദ്ദേഹത്തിന്റെ കൃതികൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. നിങ്ങൾ പ്രധാനപ്പെട്ടത് പഠിച്ചതിന് ശേഷം മാത്രം ഈ രൂപത്തിലുള്ളതൊക്കെ നോക്കുക. ഇനി ഒരു കാര്യം പറയാം, ഞാൻ ഇത്രയും പറഞ്ഞ ആളുകൾ, ഒന്ന് അബൂബക്കർ ശാലിയാത്തി, 2 സൈനുദ്ദീൻ മഖ്ദൂം കബീർ, 3 സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ, 4 ഖാദി മുഹമ്മദ്. ഈ 4 ആളുകളും പോർച്ചുഗീസുകാരുടെ കാലത്താണ് ജീവിച്ചത്. അപ്പൊ അവരെഴുതിയ കൃതികൾ പോർച്ചുഗീസുകാർക്കെതിരെ വരുള്ളൂ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഖാദി ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി, ഖാദി ഉമർ അൽ മലൈബാരി, ഇദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഖാദി ഉമർ എഴുതിയ ഗ്രന്ഥം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളതാവും. ഖാദി ഉമർ ജീവിച്ചത് 1763 1857 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, ഹസ്സാനു മലൈബാർ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മുമ്പ് ചോദിച്ചതാണ്. കേരളത്തിന്റെ ഹസ്സാൻ, മലബാറിന്റെ ഹസ്സാൻ എന്നൊക്കെ അറിയപ്പെടും. നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു പോയിന്റ്. എന്തുകൊണ്ടാണ് ഹസ്സാൻ എന്ന വാക്ക് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ മലബാറിന്റെ ഹസ്സാൻ എന്നറിയപ്പെടുന്നത് ഖാദി ഉമർ ആണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നികുതി നിഷേധ പ്രസ്ഥാനം, ഗാന്ധിജിയൊക്കെയാണ് നികുതി നിഷേധ പ്രസ്ഥാനം നയിക്കുന്നത്. ഗാന്ധിജിയുടെ ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഖാദി ഉമർ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനം നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് PSCക്കും ചോദിച്ചതാണ്, കേട്ടറ്റിനും ചോദിച്ച ചോദ്യമാണ്. ലാ ജിബായത്തൻ ലി അർദില്ല, ഇത് അള്ളാന്റെ ഭൂമിയാണ്, അള്ളാന്റെ ഭൂമിക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ടാക്സ് തരേണ്ട ആവശ്യമില്ല, ലാ ജിബായത്തൻ ലി അർദില്ല എന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞ് ടാക്സ് കൊടുക്കാതിരിക്കുകയും ജയിലിൽ പോകേണ്ടി വരികയും ചെയ്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഖാദി ഉമർ. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ മുസ്ലിമീങ്ങൾ പടപൊരുത്തണം, അത് ജിഹാദിന്റെ ഭാഗമാണ്, അങ്ങനെ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്നൊക്കെ എഴുതി വെച്ച ആളാണ് ഖാദി ഉമർ അൽ മലൈബാരി. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു സാഹിത്യകാരനാണ്, സ്വതന്ത്ര സമര സേനാനിയാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് നോക്കാം. നഫായിസു ദുറർ ഉണ്ട്, മഖാസിദു നിക്കാഹ് ഉണ്ട്, ഖസീദത്തുൽ ഉമരിയ ഉണ്ട്, റിസാലത്തു ഷിഅരിയ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു കൃതി എന്ന് പറഞ്ഞാൽ സ്വല്ലൽ ഇലാഹു എന്ന കൃതിയാണ്. സ്വല്ലൽ ഇലാഹു അല ബിനി അബ്ദില്ലാഹി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമ. ആ ഒരു വരി ഉണ്ടല്ലോ, അത് അദ്ദേഹം റൗള ഷരീഫിന്റെ മുമ്പിൽ വെച്ച് പാടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് അറബികളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പാടിയ ഒരു കവിതയാണ് സ്വല്ലൽ ഇലാഹ് എന്ന കവിത. ഈ സ്വല്ലൽ ഇലാഹിന് വേറൊരു പേരുണ്ട്, ഖസീദത്തുൽ ഉമരിയ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ചോദിക്കാൻ സാധ്യതയില്ല. നേരെ മറിച്ച് സ്വല്ലൽ ഇലാഹ് ആരാണ് എഴുതിയത്, അത് വെളിയങ്കോട് ഉമർ ഖാദിയാണ്. അത് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ 2 വരി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കേട്ടറ്റ് 3ക്ക് ഒരു 2 വർഷം മുമ്പ് ചോദിച്ച ചോദ്യമാണത്. വെളിയങ്കോട് ഉമർ ഖാദിയുടെ നല്ല ഭംഗിയുള്ള അറബിയും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സുന്ദരമായ വരികളാണ്. വലൗ അൽഫ ആമിൻ മുന്നി കാക്കച്ചി ഫീ ലബനി കമാ മിസ്ല വെള്ളക്കൊക്ക് ആഗൂല ഫീ സമിനി. വലൗ അൽഫ ആമിൻ, 1000 വർഷം, മുങ്ങി കാക്കച്ചി, കാക്കച്ചി എന്ന് പറഞ്ഞ കാക്ക, മലപ്പുറം ജില്ലയിൽ കാക്കച്ചി എന്ന് പറയും,
കാക്കച്ചി മുങ്ങി കുളിച്ചാലും. നിങ്ങൾ പറയല്ലോ ഫീ ലബനി, പാലില് 1000 വർഷം കാക്കച്ചി മുങ്ങിയാലും. കമാ മിസ്ല, വെള്ളക്കൊക്ക്, വെള്ളക്കൊക്ക് പോലെ ആകൂല, ആവൂല ഫീ സമനി, ഒരു കാലത്തും. ഭയങ്കര രസകരമായിട്ട് അറബിയും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വരികളാണ്. ഇത് കേട്ടറ്റ് 3ക്ക് ചോദിച്ച ചോദ്യമാണ്. സ്വല്ലൽ ഇലാഹ് ചോദിക്കും, വലു അൽഫാമിൻ ചോദിക്കും. അതേപോലെ തന്നെ ഹസ്സാനു മലൈബാർ എന്ന പേരും ലാജിബായത്തല്ലി അറിഞ്ഞില്ല. ഈ 4 പോയിന്റും നല്ല പോലെ പഠിച്ചിട്ടേ നിങ്ങൾ ഖാദി ഉമറിനെ കുറിച്ച് ഈ 4 പോയിന്റും പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ. കവിതയുടെ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ? വലു അൽഫാമ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്നുകൂടെ പറയാം. വലു അൽഫാമിൻ, 1000 വർഷം, മുങ്ങി, മുങ്ങി എന്ന് പറഞ്ഞാൽ മലയാളം തന്നെ. കാക്കച്ചി, കാക്ക. ഫീ ലബനി, പാലിൽ 1000 വർഷം കാക്ക മുങ്ങിയാലും. കമാ മിസ്ല, വെള്ളക്കൊക്ക്, ആകൂല ഫീ സമനി, വെള്ളക്കൊക്ക് പോലെ ഒരു കാലത്തും ആകൂല. നമ്മളിത് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. അത് അദ്ദേഹം സുന്ദരമായിട്ട് അറബിയും മലയാളവും മിക്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വരികളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മുഹ്യിദ്ദീൻ ആലുവായിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ പഴയ ആളുകളാണ്. പോർച്ചുഗീസുകാരുടെ കാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തും ജീവിച്ച ആളുകളാണ്. മുഹ്യിദ്ദീൻ ആലുവായി ഞാൻ ഏറ്റവും അവസാനത്തെ ആളാണ്, ഏറ്റവും അവസാനം പറയുന്നതാണ്. അതിനുശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹ്യിദ്ദീൻ ആലുവായി പിന്നെ റീസെന്റ് ആയിട്ട് മരിച്ചുപോയ, 2000-ന് തൊട്ട് മുമ്പ് മരിച്ചുപോയ ആളാണ്. കുറെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മുഹ്യിദ്ദീൻ ആലുവായി അദീബുൻ, സാഹിത്യകാരനാണ്. മുഅല്ലിം, അധ്യാപകനാണ്. കാത്തിബുൻ, എഴുത്തുകാരനാണ്. മുത്തർജിം, അദ്ദേഹം ട്രാൻസ്ലേറ്ററാണ്. സ്വഹ്ഫിയുൻ, ജേർണലിസ്റ്റ് ആണ്. 925-ൽ ജനിക്കുകയും 996-ൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹം അസ്ഹറിൽ പോയി പഠിച്ച വ്യക്തിയാണ്. അസ്ഹറിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് തറജമ ഷമ്മീൻ ഇലൽ അറബിയ, അറബി ഭാഷയിലേക്ക് ചെമ്മീൻ. തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവൽ അറബിയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അദ്ദേഹത്തിന്റെ വേറൊരു ട്രാൻസ്ലേഷൻ വർക്കാണ് പിന്നെ അൽ ഹിന്ദ്. അൽബിറൂനി എന്ന് പറയുന്ന ചരിത്രകാരൻ, അൽബിറൂനി എന്ന ഒരു സഞ്ചാരിയാണ് അൽബിറൂനി. അൽബിറൂനി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ കുറിച്ച് എഴുതിയ അറബി ഗ്രന്ഥമാണ് അൽ ഹിന്ദ് എന്ന ഗ്രന്ഥം, കിതാബുൽ ഹിന്ദ്. ഹിന്ദ് എന്ന ഗ്രന്ഥം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് അൽബിറൂനി കണ്ട ഇന്ത്യ എന്ന പേരിൽ മുഹ്യിദ്ദീൻ ആലുവായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് അത്ര പ്രധാനപ്പെട്ട പോയിന്റ് അല്ല, പക്ഷെ ചെമ്മീനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ട്രാൻസ്ലേഷൻ വർക്ക്, ചെമ്മീന്റെ ഈ ഒരു വർക്ക് എന്തായാലും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അദ്ദേഹത്തെ കുറിച്ച് ഞാൻ യെല്ലോയിൽ മെൻഷൻ ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്, അത് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. 1971-ൽ പിന്നെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം എടുത്ത ഡോക്ടറേറ്റ് ഉണ്ട്. ആ ഡോക്ടറേറ്റ് PSCക്കും കേട്ടറ്റിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറാത്തിഹ ഫീ ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിന്റെ ദഅവത്തിന്, അതിന്റെ ചരിത്രത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്. പിന്നെ PhD തിസിസ് ആയിരുന്നു, പിന്നീട് അത് ഗ്രന്ഥമാക്കി മാറ്റുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തില് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ദഅവത്തുൽ ഇസ്ലാമിയ. വേറൊരു കൃതിയുള്ളത് അദബുൽ ഹിന്ദി അൽ മുആസിർ എന്ന കൃതിയാണ്. ആധുനിക പിന്നെ ഇന്ത്യയിലെ അറബി സാഹിത്യത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ആലുവായുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അദബുൽ ഹിന്ദി അൽ മുആസിർ ഉണ്ട്, അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറാത്തിഹ ഫീ ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ. ഇത് രണ്ടും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ 2 കൃതികളാണ്. പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചെമ്മീന്റെ ട്രാൻസ്ലേഷൻ വർക്ക്, ഇത് കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു സാധനമായിരുന്നു അദബുൽ മുഖാവമ എന്നുള്ളത്. അദബുൽ മുഖാവമ, പ്രതിരോധ സാഹിത്യം എന്നത്.
ഈ അദബുൽ മുഖാവമയിൽ കേരളത്തിൽ വന്ന ഒരുപാട് കൃതികളുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറിൻ്റെതാണ്. ഖുതുബത്തുൽ ജിഹാദിയ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, ഖാലി മുഹമ്മദിൻ്റെതാണ്. സൈഫുൽ ബത്താർ അലവി തങ്ങളുടേതാണ്. ഇങ്ങനത്തെ തഹരീറു അഹ്ലുൽ ഈമാൻ, അൽ ഫത്ഹുൽ മുബീൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അദബുൽ മുഖാവമ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ പറഞ്ഞുതരാം. അദബുൽ മുഖാവമ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇൻഡോ അറബിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലാണ് കുറെ അദബുൽ മുഖാവമ വന്നത്. ശത്രുക്കൾക്കെതിരെ എഴുതിയ പ്രതിരോധ സാഹിത്യമാണ്. അതില് പിന്നെ ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട രണ്ടുപേര് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരുമാണ്. പി എന്നത് പോർച്ചുഗീസുകാർക്കെതിരെ എഴുതിയ ഗ്രന്ഥങ്ങളാണ്, ബി എന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് കളറിൽ കൊടുത്തത്. ആദ്യത്തെ 4 പിന്നെ കഥ, അത് ഗദ്യരൂപത്തിലാണ്, എഴുത്തുകളാണ്, പുസ്തകങ്ങളാണ്. പിന്നെ വരുന്ന 3 കവിതാ രൂപത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോ ഈ അദബുൽ മുഖാവമ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുറച്ച് PYക്ക് ഞാൻ ഈ ഒരു ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ എന്ത് ചെയ്യാം, നമ്മൾ നോക്കുക. ഈ ഫയൽ നിങ്ങൾക്ക് നൽകാം. ഞാൻ ഇന്ന് പറഞ്ഞു പോയത് 2 ടോപ്പിക്കാണ്. ഇന്ത്യയിലെ അറബി സാഹിത്യകാരന്മാർ 6 ആളുകളെ പറഞ്ഞു. അതിനുശേഷം കേരളത്തിലെ അറബി സാഹിത്യകാരന്മാർ ഒരു 6 ആളുകളെ പറഞ്ഞു. ഇത്രയും ആളുകളെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത്രയാണ് ഇൻഡോ അറബിയിൽ കേട്ടറ്റിനും PSCക്കും ഒക്കെ പഠിക്കാനുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട 2 ടോപ്പിക്കുകളുണ്ട്. അതൊരു ചെറിയ ഭാഗമാണ്, 5 മിനിറ്റ് നമുക്ക് മതി ആ ഒരു ഭാഗം. നിങ്ങൾ അതുകൂടെ നോക്കിയിട്ട് പോകണം. ഇന്ത്യയിലെ കുറച്ച് അറബി ഒരു 5-6 അറബി ജേർണലുകളുണ്ട്, പിന്നെ അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അതേപോലെ ഇന്ത്യയിലെ കുറച്ച് അറബി സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, നദ്വത്തുൽ ഉലമ, ഇതൊക്കെ ആരാണ് സ്ഥാപിച്ചത്? ഈ 2 ഏരിയ കൂടെ നോക്കണം. കേട്ടറ്റിന് നിർബന്ധമായിട്ട് നോക്കണം. ഇൻഡോ അറബിൽ വരുന്നത് അല്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകങ്ങൾ, അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകങ്ങൾ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചെമ്മീനി ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അസ്സഹറത്തു സാഖിത്ത, വീണപൂവ്, മലയാളത്തിലുള്ള ഒരു കവിതയാണ്. അത് കുമാരനാശാന്റെ വീണപൂവ് അബൂബക്കർ നന്മണ്ടയാണ് അറബിയിലേക്ക് എത്തിച്ചത്. പിന്നെ ഇതേപോലത്തെ വർക്കുകൾ ട്രാൻസ്ലേഷൻ. എങ്ങനെ അതൊന്നും കൂടെ പറയോ? കുമാരനാശാൻ എഴുതിയ വീണപൂവ് സഹറത്തു സാഖിത്ത എന്ന പേരില് അറബിയിലേക്ക് എത്തിച്ചത് അബൂബക്കർ മൗലവി നന്മണ്ടയാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള എങ്ങനെ ഇപ്പൊ പറയുന്നത് PDF ഇല്ലതല്ലേ? ഇല്ല, PDF ഇല്ല. അത് പിന്നെ സമയമില്ലല്ലോ, ഞാൻ 1 മണിക്കൂർ എനിക്കൂടെ സമയമുള്ളൂ. പിന്നെ അത് കൂടെ നോക്കണം എന്ന് ഞാൻ പറയാം. അതായത് ഒരു 3-4 ട്രാൻസ്ലേഷൻ വർക്കുകൾ കൂടെ നിങ്ങൾ നോക്കണം. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും സാഹിത്യകാരന്മാരാണ് ഞാനിന്ന് പറഞ്ഞത്. എനിക്ക് പിന്നെ 1 മണിക്കൂർ സമയമുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വന്നിട്ടാണ്, വേറൊരു വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ക്ലാസ് എടുക്കുന്നത്. ഇനി എൻ്റെ വീട്ടിൽ പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല പിന്നെ ഇൻഡോ അറബ് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. 1 മണിക്കൂർ സമയം കൊണ്ട് പിന്നെ നിങ്ങൾക്ക് അതാണ് പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രാർത്ഥനകളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുക. എല്ലാരോടും പറയാനുള്ളത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ, PYQ മുൻകാല ചോദ്യ പേപ്പറുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കണം, പഠിച്ചു പോകണം എന്നാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അതൊക്കെ നല്ലതുപോലെ പഠിച്ച് പോവുക. പഠിച്ചു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ആ പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത്.
അപ്പൊ അതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഉൾപ്പെടുത്തുക. നമ്മൾ വന്ന പിന്നെ അൽമുർഷിദിലൂടെയാണ് നമ്മളൊക്കെ പഠിച്ചു വന്നത്. അതേപോലെ നിങ്ങളൊക്കെ പഠിച്ച് കേട്ടറ്റും നെറ്റും PSCയും ഒക്കെ ക്രാക്ക് ചെയ്ത് നമ്മളെക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് അറബി ഭാഷയുടെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സാറിന്റെ പേഴ്സണൽ നമ്പർ തന്നാൽ വളരെ ഉപകാരം പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടില്ലെങ്കിൽ തരുമോ പേഴ്സണൽ നമ്പർ? നമ്മൾ അഡ്മിൻ